എൻ്റെ പേര് വിശ്വനാഥൻ. മാങ്കുറിശ്ശിയാണ് സ്വദേശം. ശ്രീജിത്ത് പന്തൽ ആൻഡ് ഡെക്കറേഷൻ എന്ന സ്ഥാപനം. ഞാൻ 1999 ഈ വാടക സംരംഭം ആരംഭിക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ ഗുഡ്സ് കാരിയർ പെട്ടി ഓട്ടോ ഓടിക്കുന്ന തൊഴിലായിരുന്നു. അപ്പോൾ പെട്ടി ഓട്ടോൻ്റെ ഓട്ടത്തിനും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേറൊരു സൈഡ് ബിസിനസ് എന്ന ലെവലിലായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്. തുടക്കകാലത്ത് വളരെ ചെറിയ രീതിയിൽ ആണ് ഈ സ്ഥാപനം നമ്മൾ ആരംഭിച്ചത്. അന്നിവിടെ അടുത്തൊന്നും ഈ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള വാടക സ്റ്റോറുകൾ നിലവിലില്ല. മദ്രസകൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ചെയറ്, ടേബിള്, അത്യാവശ്യം ചെറിയ ചെറിയ പാചകത്തിനാവശ്യമായിട്ടുള്ള പാത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങാൻ പ്രചോദനമായത്. വണ്ടിക്കൊരു ഓട്ടം കൂടി കിട്ടും എന്നുള്ള ഇതിലായിരുന്നു ഇതിൻ്റെ തുടക്കം. അങ്ങനെ പടിപടിയായി കുറേശ്ശെ സാധനങ്ങൾ ചേർത്തിട്ട് പതുക്കെ അങ്ങനെ വിപുലീകരിച്ച് വരികയായിരുന്നു. ഇപ്പോൾ പന്തൽ, സ്റ്റേജ് ഡെക്കറേഷൻ, പാചകത്തിനാവശ്യമായ പാത്രങ്ങൾ, അടുപ്പുകൾ, ഗ്രൈൻഡർ, അങ്ങനെ അതേപോലെ തന്നെ കാറ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള ബൊഫെ പാത്രങ്ങൾ, ഡെക്കറേഷൻ്റെ ഐറ്റംസ്, അങ്ങനെയെല്ലാം വാടകയ്ക്ക് കൊടുക്കും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിരാവിലെ തന്നെ കാലത്ത് തന്നെ നേരത്തെ എഴുന്നേൽക്കും. അതുപോലെ കൃത്യസമയത്ത് തന്നെ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതിലൊരു വിട്ടുവീഴ്ചയില്ലാതെ കറക്റ്റ് നേരത്തെ കൂട്ടി തന്നെ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. ഇതൊക്കെ തന്നെയാണ്. 24 മണിക്കൂറും നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. അതിന് ജോലിക്കാരില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ രാത്രി തന്നെ മരണ വീടുകളിലേക്കൊക്കെ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ചെയറുകൾ, ലൈറ്റുകൾ, പന്തലൊക്കെ എത്ര രാത്രി വിളിച്ചാലും നമ്മൾ കൊണ്ടുപോയി ചെയ്തു. അതായത് സ്റ്റേജ് ഡെക്കറേഷൻ, അതായത് നമ്മൾ മണിയാർ ഡെക്കറേഷൻ എന്നൊക്കെ പറയും. അത് കാറുകൾ, അലങ്കാരങ്ങൾ, കാർ ഡെക്കറേഷൻ, പിന്നെ ബർത്ത്ഡേ, അങ്ങനെ എല്ലാവിധ നമുക്ക് ആവശ്യമായ എന്താണോ ഡെക്കറേഷൻ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് വീടുകളിലും ഓഡിറ്റോറിയങ്ങളിലും പോയി ചെയ്തു. ഏകദേശം 25 വർഷം. 7 മക്കളാണ്. അച്ഛൻ PWDയുടെ ഇതിൽ തന്നെ NMR എന്ന് പറയുന്ന ഒരു ഇതിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ പറയത്തക്ക ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ല. സാധാരണ കൂലിപ്പണി ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛന് മാത്രമാണ് ജോലിയുള്ളത്. അപ്പോൾ മൂത്തൊരു ജ്യേഷ്ഠൻ മരണപ്പെട്ടു. ബാക്കി എല്ലാവരും ഉണ്ട്. 2 പെൺമക്കളും 5 ആൺമക്കളുമാണ് ഞങ്ങൾ. അങ്ങനെയാണ് 7 പേര്. ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ധാരാളം കോമ്പറ്റീഷൻ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എവിടെയും കയറിയിട്ട് പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്തിട്ടോ എനിക്ക് ആ വർക്ക് വേണം പറഞ്ഞിട്ട് തരം താഴ്ന്ന ലെവലിൽ നമ്മൾ വർക്ക് എടുക്കാറില്ല. നമ്മളെ അന്വേഷിച്ച് വരുന്ന വ്യക്തികൾക്ക് നമ്മൾ കൃത്യസമയത്ത് നന്നായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ വർക്ക് നമ്മളെ തേടിയെത്തുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ വിശ്വാസം. അതായത് ഈ പന്തൽ വർക്ക്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായും വളരെ ശാരീരികമായിട്ടൊക്കെ തകർന്ന ഒരു സമയം കുറച്ച് സമയത്ത് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ കൃത്യസമയത്ത് ജോലിക്കാരെ കിട്ടാത്തൊരിത്, അങ്ങനെയുള്ളൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു. ആ സമയത്ത് ആണ് ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര ടെൻഷൻ അടിച്ചു നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ് എന്നൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നിങ്ങളൊന്ന് പോയി ചെയ്ത് കഴിഞ്ഞാൽ വളരെ റിലീഫാവും എന്ന് ഒരു സ്റ്റുഡിയോ നടത്തുന്ന വ്യക്തി നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചിട്ട് വലിയ വ്യക്തതയില്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ കലയാണെന്നറിയാം. അപ്പോൾ കലാകാരന്മാരുടെ എന്തോ ഒരു പരിപാടിയാണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചിരുന്നത്. പിന്നെയാണ് ഈ ക്ലാസ് പത്തിരിപ്പാല
മൗണ്ട് സീനിൻ്റെ അടുത്തുള്ള ഒരു ശ്രീ ബിൽഡിംഗ് എന്നൊരു സ്ഥാപനത്തിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഒരു 18 പേര് 20 പേര് ഈ ക്ലാസ്സിന് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം എടുക്കുകയുള്ളൂ എന്നാണ് അന്നത്തെ അവിടുത്തെ അധികാരികൾ പറഞ്ഞിരുന്നത്, ഈ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞിരുന്നത്. അങ്ങനെ നിർഭാഗ്യവശാൽ ആ ക്ലാസ്സിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ആൾ തയ്യാത്തുകാരന് പറ്റിയില്ല. പിന്നെ ഞാൻ സ്വയം തീരുമാനമെടുത്തു, ഈ ക്ലാസ് എപ്പോഴാണ് എവിടെയാണ് നടത്തുക അതൊന്ന് ആ വ്യക്തികളോടൊന്ന് അറിയിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ തന്നെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തി 2004 ഇതുപോലെ അത് ചൊവ്വാഴ്ചയാണ് ഈ പ്രോഗ്രാം തുടങ്ങുക. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ പങ്കെടുക്കുന്ന ഒരു 6 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്നാണ് നമ്മളെ മനസ്സിൽ നമ്മൾ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു സന്തോഷം, ശാന്തി, സമാധാനം എന്താണെന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി. അതുവരെ ഞാൻ 1 രൂപ പോലും ഒരാൾക്കും സാമ്പത്തിക സഹായമോ വേറെ ഒന്നും, ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി നമ്മൾ സ്വയം അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാകുകയാണ് ഉണ്ടായത്. അതായത് വേദനിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ അർഹതപ്പെട്ട ആളുകളാണ് എങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ അന്ന് മുതൽ ചെയ്യുകയുണ്ടായി. അതേപോലെ വിശന്ന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അതേപോലെ ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു ചായയെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടാതെ നമുക്ക് എത്രത്തോളം അങ്ങോട്ട് കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ അന്ന് മുതൽ ചിന്തിച്ചുകൊണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഒരു ദിവസം എൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ ഞാൻ നമുക്ക് കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ വെള്ളം വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട്, സ്കൂൾ കുട്ടി വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചോട്ടെ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു നോവായി മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ദാഹിച്ച് വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നമുക്കിന്ന് സാധിക്കും എന്നുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടായി. അന്ന് മുതൽ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ ദിവസം കുടിവെള്ളം വയ്ക്കുമായിരുന്നു. ഒരു ദിവസം കുടിവെള്ളത്തിൻ്റെ ജാറടക്കം ലോറിക്കാരോ അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഞാൻ പിന്മാറിയില്ല. പിറ്റേത്തെ ദിവസവും അതിൽ ജാറ് കമഴ്ത്തി വെള്ളം വെച്ചു. ഇപ്പോൾ വർഷങ്ങളോളമായി 24 മണിക്കൂറും നമ്മുടെ കടയുടെ മുന്നിൽ ഞാൻ ദാഹജലം വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ നല്ല വേനൽക്കാലമാകുമ്പോൾ സംഭാരം വിതരണം നമ്മുടെ കടയുടെ മുന്നിൽ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഈ ശ്രീ രവിശങ്കർജിയുടെ യോഗ ക്ലാസ്സിലേക്ക് നമ്മളുണ്ടായ മാറ്റങ്ങൾ. അന്ന് മുതലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഉള്ളിൽ തോന്നിത്തുടങ്ങി. ഇപ്പം ഞാൻ അതിൻ്റെ പടിപടിയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള കുറേ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിന് യോഗ്യനായി എന്ന് ഗുരുവിന് തോന്നിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട് നമ്മുടെ ബാംഗ്ലൂർ ആശ്രമത്തിൽ തന്നെ 15 ദിവസം. നമ്മൾക്ക് ആരാണോ ഈ ജ്ഞാനം പകർന്നു തന്നത് അതേപോലെ നമ്മൾക്ക് മറ്റുള്ളവർക്കും ഈ അറിവ് പകർന്നു കൊടുക്കാനായിട്ട് ഒരു 15 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ബാംഗ്ലൂർ ആശ്രമത്തിലാണ് അതുള്ളത്. അതിന് നമ്മൾ ഇവിടെ തന്നെ കുറേ സോഷ്യൽ സർവീസുകളും മറ്റുള്ള സേവാ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗുരുവിന് തോന്നും നമ്മൾ യോഗ്യനാണ്, തോന്നിയാൽ മാത്രമാണ് നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള കോൾ ലെറ്റർ വരികയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൾ ലെറ്റർ വരികയും നമ്മൾ പോയി 15 ദിവസത്തോളം അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് ഇവിടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ശാരീരിക തലത്തിലും മാനസിക തലത്തിലൊക്കെ മാറ്റം ഉണ്ടാക്കാനായിട്ട്, ഒരാളിലെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ ഏറെ കൃതജ്ഞതയുണ്ടാക്കും എന്നുള്ളൊരു തിരിച്ചറിവിൽ നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മുടെ ബിസിനസ്സിന് നോക്കിക്കൊണ്ട് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ആ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതായത് പുതിയ ഒരു ആളുകൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, അതായത് പുതുതായിട്ട്, അതായത് എന്താ പറയുക, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറി ആളുകൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് അവർക്ക് ഭംഗിയായി
പന്തലായാലും ഡെക്കറേഷൻ ആയാലും ചെയ്തു കൊടുക്കുക, കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ ഇത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. ഒരു സമുദ്രം പോലെയാണ്. എത്ര വേണമെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് ഉയരാൻ സാധിക്കും. നമ്മളെല്ലാം ഒരു ശിശുവിനെ പോലെയാണ്. ഒന്നും ഉയരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സാധിച്ചിട്ടുണ്ട്, എങ്കിൽ നമ്മൾ അതിന് അത്രേ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൂ. എത്രത്തോളം നമ്മൾ പ്രാധാന്യം ഇതിൽ കൊടുക്കുന്നുവോ അത്രത്തോളം നമുക്കിതിന് ഉയരാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ സ്പിരിച്വൽ പാത്തിൽ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ആസക്തികൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ബിസിനസ് നന്നായിട്ട് നടക്കണം, ജോലിക്കാരെയൊക്കെ നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്ത ശേഷം നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളാൽ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യമായാലും അത് ചെയ്യണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോൾ ശരാശരി ഒരു 5-6 പേര് ഡെയിലി ജോലി ചെയ്യാനുള്ള ജോലികൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. സീസൺ ആകുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഒരു 12 പേര് 14 പേര് വരെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഒരു 10-18 പേരൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ചെറുതായിട്ടുള്ള എന്താ പറയുക സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ മോഡേൺ ടെക്നോളജിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കാലുകളൊന്നും കുഴിക്കേണ്ട, പന്തലിൻ്റെ കാലുകൾ കുഴിക്കേണ്ട, അങ്ങനെയുള്ളത് കൊണ്ട് ആളുകളുടെ വളരെ കുറവ് മതി. പക്ഷേ എന്നാലും ആവറേജ് ഒരു 5-6 പേർക്ക് ഡെയിലി തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് കസ്റ്റമറിന് എന്താവശ്യമാണോ, ലൈറ്റുകൾ, സൗണ്ടുകൾ, അവരുടെ ആവശ്യം എന്താണോ അത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. നമുക്ക് പരിമിതികളൊന്നും ഇതിന് ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ആവശ്യക്കാർ ചെർപ്പളശ്ശേരി പോയിട്ട്, ചെർപ്പളശ്ശേരി ദൂരെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് കഴിഞ്ഞാൽ മൂടാടി എന്ന് പറയുന്ന നമ്മുടെ ശ്രീ രവിശങ്കരുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ നമ്മൾ നവരാത്രി പൂജയ്ക്ക് ഇന്ത്യയിൽ തന്നെ അത്രയും പ്രിയോറിറ്റി കൊടുത്ത് ഒരു പൂജ നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ നമ്മുടെ ഗുരുദേവ് ശ്രീ രവിശങ്കർജി ഒരു ആദരവൊക്കെ തരികയുണ്ടായി. അതായത് അവിടെ 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ നമ്മൾക്ക് ചെറിയതാണെങ്കിലും ഒരു പുഷ്പഹാരം നടത്തി നമ്മളൊരു ഗുരുദേവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതി, ഒരു എന്താ പറയുക, ഒരു വികാസം ആണ് ഉണ്ടാകുന്നത്. 100% നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനിവിടെ സംഭാര വിതരണമൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ട് ഇതിന് വേണ്ടുള്ള ചേരുവകളൊക്കെ പുള്ളിക്കാർ തന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അതോടൊപ്പം തന്നെ ഇതിനെല്ലാം മിക്സിയിലേക്ക് അടിച്ച് ജ്യൂസാക്കി എടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ തരികളൊക്കെ കളഞ്ഞ് വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പാലക്കാട് ജില്ലയിൽ കൊളപ്പുള്ളി റൂട്ടിൽ, ഗുരുവായൂർ കൊളപ്പുള്ളി റൂട്ടിൽ മാങ്കുറിശി ജംഗ്ഷൻ, അവിടെയാണ് ശ്രീജിത്ത് പന്തൽ എന്ന സ്ഥാപനം.